ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ തന്നെ ചെയ്യുക. കാരണം നമുക്ക് 2 ആഴ്ച അടുപ്പിച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് 370 കോയിനോളം കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ആരും മറന്നു പോകാണ്ട് ലോഗിൻ ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്തില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ ഒരു മാസം ആകുമ്പോഴത്തേനും ബാക്കി പൈസ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. കയറുന്നതിനനുസരിച്ചുള്ള മാത്രം പൈസ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം കയറുക. അതുപോലെ മച്ചാമാർ ഇന്നൊരു കിടിലിനായിട്ടുള്ളൊരു പാക്ക് ഓപ്പണിംഗ് അല്ല, കാരണം എൻ്റെ എടുക്കാണ്ട് വെച്ചൊരു അക്കൗണ്ടിൽ ഷോർട്ട് ടൈം അടിച്ചു. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പോയിന്റ് അവൻ അയച്ചു തന്നൊരു വീഡിയോ ആണ്, കാണിച്ചു തരാം. മച്ചാമാരെ ഓൾറെഡി ഈ ഒരു പയ്യൻ 2 പ്രാവശ്യം ഓൾറെഡി ട്രൈ ചെയ്തപ്പോൾ കിട്ടിയില്ല അവന്. അതായത് ഫ്രീ ട്രെയിൻ ടെമ്പർ ചെയ്ത് നോക്കി, അല്ലാണ്ട് കിട്ടില്ല. അപ്പം ഓൾറെഡി നമ്മൾ ഇന്നലെ ഷോർട്ടിൽ ഇത് കാണിച്ചിരുന്നു. അപ്പോൾ 3ാമത്തെ ട്രൈ ചെയ്തപ്പോൾ അവൻ ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ ഷോർട്ട് ടൈം അടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കിടിലൻ പാക്കുകളൊക്കെ ഓൺ ദ വേ ആണ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ പെലയുടെ കാർഡ്, അത് റൂമറാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബെയിലിൻ്റെയൊക്കെ കാർഡ് നമ്മുടെ ഈ അടുത്ത് തന്നെ വരുന്നുണ്ട്. ബെയില് ബഫാണ് ഞാൻ ഇന്നലെ ഡാറ്റാബേസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടിലുള്ള ഇത്രയും കാർഡുകൾ നമ്മുടെ ഈ അടുത്ത് തന്നെ അപ്കമിങ് അപ്ഡേറ്റ് ഉറപ്പായിട്ടും വരുന്ന കാർഡുകളാണ്. അതുപോലെ തന്നെ നമുക്ക് കൊനാമി ഗൈസ് ഈ ഒരു അപ്ഡേറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോർട്ട്വെയിൽ ആരെയാണ് കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്ക് നമ്മുടെ ന്യൂനാവെന്റസിനെ കിട്ടി. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനലിൽ റിയൽ സഞ്ജു ഗെയിമിംഗ് എന്ന് പറഞ്ഞ സെക്കൻഡ് ചാനൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മച്ചാൻ അതിന് ശേഷം ഗൈസ് ഞാൻ നമ്മൾ എടുക്കാണ്ട് വെച്ചൊരു അക്കൗണ്ട് ആയിരുന്നു ഇത്, ഓഷിമോന്റെ. അതായത് ഈ അക്കൗണ്ടിൽ 247 കോയിനും ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മച്ചാമാരെ. ഓൾറെഡി ഞാൻ ഇതിൽ വെറുതെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കറക്കി നോക്കിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ലൈവിൽ കണ്ടതായിരിക്കും നമുക്ക് ഡ്രോപ്പ് പെയിൻ അടിച്ച്, അത് ഒരു പ്രതീക്ഷയില്ലാണ്ട് അതേപോലെ ഇതിനകത്ത് ഷോർട്ട് ടൈം അടിച്ചു. ഇനിയിപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് വന്നാലേ എനിക്ക് നമ്മുടെ ഇത് കിട്ടുള്ളൂ ഗൈസ്. ഓൾറെഡി എനിക്ക് എന്താ പറയുക, ഇത് നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ സബ്സ്ക്രൈബർ പോയിന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി 100 പോയി കണ്ട് തന്നെ നമ്മുടെ ഓഷിമോനെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഗൈസ് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു ഫോണിൽ റാം ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും പ്ലെയർ എക്സ്ചേഞ്ച് വന്ന സമയത്ത് അപ്പത്തേനും ഇനിയിപ്പം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അത് വന്നാൽ മാത്രമേ എനിക്ക് അതിലുള്ള പ്ലേയേഴ്സിനൊക്കെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും വെച്ചാൽ പറ്റുക 100 കോയിനിലാണ് ഓഷിമേനെ അടിച്ചത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയവരുണ്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വെച്ചാൽ പിന്നെ പറയാനുള്ള നല്ല കിടിലൻ പാക്കുകളൊക്കെ ഓൺ ദ വേ ആണ്. അപ്പം ബെയിലിൻ്റെ ഒക്കെ പാക്ക് വരുന്നുണ്ട്. അപ്പോൾ എടുക്കേണ്ടവർക്കൊക്കെ നല്ല ടൈമിംഗ് ആണ്. പിന്നെ അതുപോലെ നിങ്ങൾ എടുക്കാണ്ട് വെച്ച അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോയിനൊക്കെ സേവ് ചെയ്ത് സെറ്റ് ആക്കുക. അതുപോലെ തന്നെ സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിങ്ങൾ നോക്കിയിട്ട് മാത്രം എടുക്കുക. അതായത് നമ്മുടെ കവാനിയും പിന്നെ ബെർണോട്ട് മാത്രം എടുത്താൽ മതി. ഏകദേശം നല്ല കാർഡുകൾ അത് രണ്ടും ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതുപോലെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലൊക്കെ നല്ല കിടിലൻ കാർഡുകൾ വന്നിട്ടുണ്ട്. അതും 99 റേറ്റഡ് ആയിട്ടുള്ള നല്ല കാർഡുകൾ. അപ്പം നോക്കിയിട്ട് മാത്രം എടുക്കുക. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് നല്ലോണം പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റിയ കാർഡുകളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പുതിയ നമ്മുടെ മാനേജർ നിങ്ങൾ ആരും എടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ 500 പോയി കളയേണ്ട. കാരണം ഔട്ട്വേഡ് കളിക്കുന്നവർക്ക് മാത്രമാണ്. മറ്റേ നോക്കുകയാണെങ്കിൽ 80 മാത്രമേ റേറ്റിംഗ് ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഔട്ട്വേഡ് പൊസിഷനൊക്കെ കുറഞ്ഞ വരെ കളിക്കുന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ മച്ചാമാരെ ഇന്നത്തേക്ക് ഇത്രയോട് ചെറിയൊരു വീഡിയോ ആണ്, കാരണം വന്ന പാക്കുകളെ പറ്റി പിന്നെ ഓൺ ദ വേ ആണ് നമ്മുടെ ഡെയിലി ഗെയിമിലുള്ള പാക്കുകളൊക്കെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. 2026 എന്തായാലും നമ്മുടെ ഈ ഒരു കൊനാമയുടെ ഇത് വെച്ചിട്ട് കുറച്ചൊക്കെ കൂട്ടിത്തരുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.